അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. വല്ലാത്തൊരു സന്തോഷമുള്ളൊരു രാവിലെ. നമ്മൾ ഒരു പാട്ട് നമ്മളെപ്പോഴും കേട്ടത് സുബഹുല്ലറിൽ നമ്മൾ പറഞ്ഞില്ലേ, മെറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മെറാജ് എന്ന സന്തോഷം കിട്ടിയത് ഓർക്കുമ്പോൾ വല്ലാതെ ഒരു തണുപ്പിങ്ങനെ ശരീരത്തിലൂടെ അനുഭവപ്പെടുന്നു. ഹബീബായ തങ്ങളെ അള്ളാഹു ബോധ്യപ്പെടുത്തിയ നിമിഷമാണ്, ഞാനുണ്ട് നബിയെ കൂടെ ആരെതിർത്താലും. നമുക്ക് ആ ബോധ്യം കിട്ടണ്ടേ? ആ നിയ്യത്ത്, ആ ബോധ്യം നമുക്ക് വേണം. അള്ളാൻ്റെ യഥാർത്ഥ അടിമയായിട്ട് നമ്മൾ മാറണം, ആ ബോധ്യത്തിൽ ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാൽ പിന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്കൊരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല. അവരാണ് അള്ളാൻ്റെ ആളുകളെന്നേ. അള്ളാൻ്റെ ആളുകൾക്ക് എന്ത് പേടി? ആരെ പേടിക്കാൻ? അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണ്ടേ? അങ്ങനെ മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മെറാജിൻ്റെ രാവിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി കൊടുത്തുവിട്ട സമ്മാനം ഉണ്ടല്ലോ, ഏതാണത്? അത് സ്വർഗത്തിലെ മരങ്ങളാണ്. ആ ദിക്ർ മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലണം. അതിനുമുമ്പ് നല്ല നിയ്യത്തിൽ തന്നെ ഇരിക്കുക. ഈ രാവിലെ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ്. എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലൊന്ന് ചൊല്ലിക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു 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 അക്ബർ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ ദിക്ർ ധാരാളം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം കേട്ടോ. ഇത് മെറാജിന് മാത്രമല്ല, എല്ലാ ദിവസവും പതിവാക്കേണ്ട ദിക്റാണ്. അക്കൂട്ടത്തിൽ തന്നെ പെട്ട മറ്റൊരു ദിക്റുണ്ട്. റജബ് ഇസ്തിഗ്ഫാറിൻ്റെ മാസമല്ലേ, 2 തരം ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് ചൊല്ലണം. ഇസ്തിഗ്ഫാർ കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്നാണ് നമ്മളിന്ന് പഠിച്ചത്? പാപം പൊറുക്കും, മക്കളെ കിട്ടും, മക്കൾ നന്നാകും, സമ്പത്ത് കിട്ടും, സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, ദാരിദ്ര്യം മാറും, വേണ്ടതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു തരും എന്നാണ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക്. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ.
ربي اغفر لي وارحمني وتب علي 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 മനസ്സറിഞ്ഞൊരു 33 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തു തന്നില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നീ കരുണക്കടലാണല്ലോ അല്ലാ. മേറാജിൻ്റെ മൗലിദ്, മേറാജിന് മൗലിദുണ്ട് അല്ലേ? നമുക്ക് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലാം. ഒരു ബൈത്തൊന്ന് ചൊല്ലിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാഹൽ മീലാലു ഹിലാലുൻ ലാമിഉൽ ആലമി ലില്ലാഹി ദാഇന റസൂലുള്ളാഹി ലിൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമാൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം الحكيم العادل صدر المعد له كل المكارم سمح واسع الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مدعوي كل هو المأمول موعده حال كلاما وصول الواصل الرحيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم له معال عوال لا عداد لها له اللواء وله رام لهولهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
وسر أهل السماء إرساله لسما وكلهم كلموه أكرم الكلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أهلا وسهلا سلاما معولاك وصل روح مطاع ولا رسل أولو العصام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. كم كرم الله طه كم أراد له كأس الوصال لمسراه السماء وكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുന്ന രീതിയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഈ പരിശുദ്ധമായ രാവും വരാനിരിക്കുന്ന പകലൊക്കെ ഹദിയ ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ട്. ഹദിയ ചെയ്തിട്ട് അതിലേക്ക് പോകുന്നില്ല എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ ഹദിയ മാറ്റിവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ശ്രമിച്ചു നോക്കാം. പറ്റുന്നില്ലെങ്കിൽ 2 നമ്പറിലും പറ്റുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മാറ്റി വെച്ചിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇന്ന് മാറ്റിവെക്കുക. എന്നിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഈ നിയ്യത്ത് സാക്ഷാത്കരിക്കുക. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അയച്ചു നോക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വല്ലാതെ സങ്കടപ്പെടുന്ന 2 കുടുംബങ്ങളെ നമ്മൾ ഏറ്റെടുത്തതല്ലേ. അത് ഈ പരിശുദ്ധ രാവിലെ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ എത്ര ഏറ്റെടുക്കും അല്ലേ? അള്ളാഹു ഏറ്റെടുക്കൂല നമ്മളെ. മുത്തുനബിയെ അള്ളാഹു നേരിട്ട് അടുത്തേക്ക് വിളിച്ചിട്ടല്ലേ സന്തോഷിപ്പിച്ചത്. നമ്മളെ കൈവിടുവോ അല്ലാഹ്? ഇല്ലല്ലോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് ഹൗക്കരത്ത് ചൊല്ലിക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് തീർത്ത് തരാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله. ഏറ്റവും കൂടുതൽ ദിക്ർ നമ്മളിങ്ങനെ ചൊല്ലിപ്പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കൈവക്കും. പക്ഷേ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചൊല്ലുന്നുണ്ടോ? ജീവനുള്ള ദിക്ർ ചൊല്ലുന്നുണ്ടോ? എനിക്ക് അള്ളാഹ് മതി എന്നുള്ള ബോധ്യം അല്ലേ? എൻ്റെ കൂടെ അള്ളാഹ് ഉണ്ട് എന്നുള്ള ബോധ്യം. ഒരു 33 ചൊല്ലിക്കേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, 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 ഹസ്ബി റബ്ബി
جل الله حسبي ربي 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 جل الله ഒരു 11 തവണ ما في قلبي غير الله 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 نور محمد صلى 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 الله لا إله إلا 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 الله അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണം. ഈ രാവ് നമുക്ക് കിട്ടണം. നാളത്തെ നോമ്പ് ആരും മറക്കരുത്. എല്ലാവരും നോമ്പ് പിടിക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഹദിയകളും മറ്റു ദുആ വസിയത്തുകളും എല്ലാം 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 കരുണക്കടലായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനസ്സ് നീറിയിട്ട് ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل ثواب قراءتنا إلى النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. اللهم وبحقهم وبجاههم بارك لنا في كل أمورنا خصوصا فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ.
നിന്റെ ഖുർആൻ പാരായണം ചെയ്തതും താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലിയതും അദ്കാറുകൾ തഹ്ലീലുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. ഈ പരിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ് അല്ലാഹ്. പ്രയാസങ്ങൾ സഹിച്ച സമയത്തും ആരംഭപ്പൂവായ തങ്ങളെ പിടിച്ച് സാന്ത്വനിപ്പിച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നിന്റെ സാന്ത്വനം വേണമല്ലാഹ്. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പിഴവുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. നീ പൊറുക്കണേ അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്. നീ പൊറുത്തു തന്നില്ല എങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. തട്ടിക്കളയല്ലേ അല്ലാഹ്. സാധുക്കളാണ് അല്ലാഹ്. അമല് കുറഞ്ഞവരാണ് അല്ലാഹ്. പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹ്. നിന്റെ ഔദാര്യത്തിലാണ് അല്ലാഹ്. റഹ്മാനായ റഹീമായ റബ്ബേ, നിനക്കേറെ ഇഷ്ടമുള്ള പേരുകൾ ഞങ്ങൾ വിളിക്കുകയാ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. പടച്ചവനെ, വലിച്ചെറിയല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ടെൻഷനിലാണ്, ബുദ്ധിമുട്ടിലാണ്, സ്വസ്ഥതയില്ലാതെ നെട്ടോട്ടമോടുകയാ. യാ റബ്ബനാ, സ്വസ്ഥതയുള്ള ഖൽബ് നൽകണേ അല്ലാഹ്. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഏത് കാരണത്തിലാണോ ഞങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത്, അക്കാരണം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ടെൻഷൻ ഇല്ലാതെയാക്കണേ അല്ലാഹ്. സ്വസ്ഥത നൽകണേ അല്ലാഹ്. കുടുംബത്തിലും തൊഴിലിടങ്ങളിലും സമാധാനം നൽകണേ അല്ലാഹ്. എത്രയെത്ര പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ലോക മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഏറെ സ്മരിക്കപ്പെടുന്ന പള്ളിയാണല്ലോ ബൈത്തുൽ മുഖദ്ദസ്. പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസിന്റെ പോരാളികൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ഫലസ്തീനിലെ മക്കൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ദീനിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം മുസ്ലിംകളിലേക്ക് നീ തിരിച്ചേൽപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനെ, മുസ്ലിം ഉമ്മത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും എത്രയെത്ര പള്ളികളാണ് പൊളിച്ചു കളയുന്നത്, മക്കാബുകളാണ് പൊളിച്ചു കളയുന്നത്. യാ റബ്ബനാ, യാ റബ്ബനാ, നീ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലാഹ്. നിന്റെ ഹിക്മത്തുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല റബ്ബേ. ഈമാനിന് ബലം നൽകണേ അല്ലാഹ്. ഉമ്മത്തിന് ബലം നൽകണേ അല്ലാഹ്. ഉമ്മത്തിന് ബലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പള്ളികളെല്ലാം പള്ളികളായി ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ ഷാഫി, യാ അല്ലാഹ്. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, പലരും ഹോസ്പിറ്റലുകളിലാണ്, ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ നൽകല്ലേ അല്ലാഹ്. പേര് പോലും അവ്യക്തമായ പല രോഗങ്ങൾ കൊണ്ട് കുഞ്ഞുമക്കൾ പോലും പ്രയാസപ്പെടുകയാണ് റബ്ബേ. എല്ലു നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന എത്രയോ പേര് ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. യാ അല്ലാഹ്, യാ ഷാഫി, യാ അല്ലാഹ്, യാ ഷാഫി, യാ അല്ലാഹ്, യാ ഷാഫി, യാ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ അല്ലാതൊരു ഷാഫി ഇല്ല അല്ലാഹ്. ഏത് ഡോക്ടർ മരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാം പടച്ച
റബ്ബേ, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. പൊന്നുമക്കൾക്ക് ക്യാൻസർ ബാധിച്ചത് കണ്ട് പ്രയാസപ്പെട്ട് പൊട്ടിക്കരയുന്ന എത്രയെത്ര ഉമ്മമാരാണല്ലാ, ഉപ്പമാരുണ്ട് അല്ലാ. നീ സൗഖ്യം കൊടുക്കണേ അല്ലാ, നീ സൗഖ്യം കൊടുക്കണേ അല്ലാ. 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞൊരു സഹോദരി പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടറാണ് പറഞ്ഞതെങ്കിലും യാ അല്ലാ, എല്ലാം നിന്റെ അധികാരത്തിലാണല്ലോ റബ്ബേ. ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. റഹമുറാഹിമായ തമ്പുരാനെ, അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശമനം കൊടുക്കണേ അല്ലാ. പലവിധ വേദനകൾ, കൈവേദന, കാലുവേദന, മുട്ടുവേദന, സന്ധിവേദന, തലവേദന തുടങ്ങി ധാരാളം വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. യാ ഷാഫി യാ അല്ലാ, നീ ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നിറഞ്ഞ കുടുംബമാക്കണേ അല്ലാ. ഭർത്താവിനാൽ പ്രയാസപ്പെടുന്ന ഭാര്യമാർ, ഭാര്യമാരാൽ പ്രയാസപ്പെടുന്ന ഭർത്താക്കൾ, അതുപോലെ മക്കളാൽ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറായ ജീവിതം നൽകണേ അല്ലാ, ഇണക്കം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. പടച്ചവനെ, എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സന്തോഷം നൽകണേ അല്ലാ, സംശയരോഗം നൽകല്ലയല്ല, മനസ്സിനുള്ളിൽ സ്നേഹം വർദ്ധിപ്പിക്കണയല്ല, ഇണക്കം വർദ്ധിപ്പിക്കണയല്ല. പിണങ്ങി നിൽക്കുന്നവരെല്ലാം മനസ്സുകൊണ്ട് ഇണങ്ങി വരാൻ തൗഫീക്ക് നൽകണയല്ല. കുടുംബം ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്വർഗമാക്കണയല്ല. വീട്ടിലേക്ക് കയറിയാൽ സ്വസ്ഥത ലഭിക്കുന്ന മസ്കനുകളാക്കണയല്ല. യാ റബ്ബന യാ റബ്ബന. പലരും ഡിവോഴ്സിന്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, സന്തോഷം കൊടുക്കണയല്ല. വിധവകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഖൈറായ ഇണകളെ നൽകണയല്ല. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മക്കളെ കുറിച്ച് പറഞ്ഞ് പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട്. യാ റബ്ബന, ഖൈറായ ഇണകളെ നൽകണേ അല്ലാ, സ്വാലിഹായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ. ശരീരത്തിന്റെ രോഗങ്ങൾ മാത്രല്ല, ആത്മാവിനും രോഗം ബാധിക്കുമെന്ന് നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മാവിന്റെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. അസൂയ, കിബ്ർ നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ, അവിടെയെല്ലാം ശുദ്ധിയായി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ മദ്ഹ് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ, നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. യാ റബ്ബന, സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെതിരെ സിഹർ ചെയ്യുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നേരെ പറഞ്ഞയക്കുന്ന ധാരാളം ആളുകൾ, അവരിലേക്ക് തന്നെ എല്ലാ ശർറുകളും നീ മടക്കണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. അസ്വഹാബുൽ ബദരീങ്ങൾ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. യാ റബ്ബന. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ഒരുപാട് കൊതിയുണ്ട് ഞങ്ങളുടെ മക്കളൊന്ന് നന്നായി കാണാനെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തവർ, യാ റബ്ബന, കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ കാരണം ജനമധ്യത്തിൽ ഞങ്ങളെ നീ നാണം കെടുത്തല്ലയല്ല. മക്കൾ കാരണം ജനങ്ങൾക്കിടയിൽ അഭിമാനം ലഭിക്കുന്ന അവസ്ഥ നൽകണയല്ല. പടച്ചവനെ, അവരെ നല്ല സ്വഭാവത്തിനുടമകളാക്കണയല്ല. മദ്യത്തിനും മയക്കുമരുന്നിനും മകളാകുന്ന മക്കളാക്കല്ലയല്ല. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലയല്ല. ഉപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളാക്കല്ലയല്ല. പടച്ചവനെ, ഞങ്ങളെങ്ങാനും മരിച്ചുപോയാൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബീ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നു മക്കളാക്കണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ.
പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ചവനെ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എൻ്റെ ഉപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളിൽ പഠനങ്ങളിൽ നീ വിജയം നൽകണേ അല്ലാ, ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, പിശാചിന്റെ കെണിവലകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ, കാവലേകണേ അല്ലാ. അവര് സ്കൂളിലേക്ക് കോളേജുകളിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മനസ്സിൽ തീയാണ് അല്ലാ, നീ കാവലേകണേ അല്ലാ. ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, പ്രണയക്കുരുക്കുകളിൽ പെട്ടുപോകുന്ന മക്കളുണ്ട്, യാ അല്ലാ നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. സദ്വൃത്തരായ മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കുന്ന, നീ തൃപ്തിപ്പെട്ട വഴിയിൽ ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്, ദർസ് പഠിക്കുന്ന മക്കളുണ്ട്, അതുപോലെ മറ്റു പല മേഖലകളിലും പഠനം നടത്തുന്ന മക്കളുണ്ട്. എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. എല്ലാ മേഖലകളിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. PSC എഴുതുന്നവർ, നീറ്റ് എഴുതുന്നവർ, അങ്ങനെ തുടങ്ങി സ്കൂളിൽ എക്സാമുകൾ എഴുതുന്നവർ, മദ്രസയിൽ എക്സാമുകൾ എഴുതുന്നവർ, എല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാ, പരിപൂർണ വിജയം നൽകണേ അല്ലാ. യാ റബ്ബനാ, മക്കളില്ലാതെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ കുത്തുവാക്ക് കേൾക്കുന്ന എത്രയെത്ര സഹോദരിമാർ, ഓരോരോ ആളുകളും കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുമ്പോ കൽബിലൊരു വിങ്ങലാണ് ഉസ്താദേ. മക്കളില്ലാത്തത് വല്ലാത്ത പ്രയാസമാ. ഒരു കുഞ്ഞിനെ, ആണായാലും പെണ്ണായാലും എന്തായാലും ഒരു കുഞ്ഞിനെയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട എത്രയോ സഹോദരങ്ങൾ. അല്ലാഹുവേ, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ, ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ, വേദനകൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. സിസേറിയൻ പറഞ്ഞവരുണ്ട്, അല്ലാ അല്ലാ ബുദ്ധിമുട്ടുകളില്ലാതെ സർജറി പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചൊരിയണയല്ല. എത്രയോ പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്തു കൊടുക്കണേയല്ല. പടച്ചവനെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ തൊഴിൽ നൽകണേയല്ല. അല്ലാ, വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവർ അല്ലാഹുവേ എളുപ്പത്തിൽ ലഭ്യമാക്കണേയല്ല. അതുപോലെ ലൈസൻസിന് വേണ്ടി റെഡിയായിരിക്കുന്നവർ, അതിനുള്ള മാർഗങ്ങളെല്ലാം നീ എളുപ്പമാക്കണേയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേയല്ല. ഹറാമ് കലരാത്ത ഹലാലായ കുടുംബത്തെ ഭക്ഷിപ്പിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, കടം എത്രയോ പേരാണ് കടത്തിന്റെ കാര്യം പറഞ്ഞത്. കടം കൊണ്ട് വലയുകയാണ് ഉസ്താദേ, ജപ്തിയുടെ വക്കീലാണെന്ന് പോലും പറഞ്ഞ സഹോദരങ്ങൾ. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്നാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. നൽകണേ അല്ലാ, നിന്നെ മറക്കാത്ത ഐശ്വര്യം തരണേ അല്ലാ. പടച്ചവനെ, എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ ഒരു നാനോ സെക്കൻഡ് പോലും നിനക്ക് വേണ്ടല്ലോ അല്ലാ. ഞങ്ങൾ ആരെയും നീ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ എല്ലാ ദിവസവും പ്രഭാത സമയത്തിൽ നടത്തുന്ന സ്വബാഹുൽ ഖൈർ എന്ന സദസ്സ്, അതിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഖൈറിന്റെ വാക്താക്കളായി എന്നെന്നും നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, മരിക്കുന്നതിന് മുൻപ് കഅബമൊന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ നിന്ന് സഅയ് ചെയ്യാൻ, ജംറകളിൽ നിന്ന് കല്ലെറിയാൻ, ഇബ്രാഹിമിന്റെ മുമ്പിലൊന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ,
അവസാനം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുപ്പയുടെ ചാരപ്പോയി നിന്നിട്ട് ആ കുബ്ബ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടാനുകോടി സ്വലാത്തുകൾ എൻ്റെ ഹബീബിന് സമർപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹജ്ജിന് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ട്, അല്ലാഹുവേ നീ അവരുടെ ഉദ്ദേശം പോലെ ഭംഗിയായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഈ പരിശുദ്ധ രാത്രിയിൽ ഞങ്ങളുടെ ദുആയും പ്രതീക്ഷിച്ച് ഖബറിൽ കിടപ്പുണ്ട്. അല്ലാഹുവേ, എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാഹ്. ഖബറിൽ സുഖം കൊടുക്കണേ അല്ലാഹ്, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, സ്വർഗീയ അനുഭൂതികൾ ഖബറിൽ നൽകണേ അല്ലാഹ്. ഖബറിന്റെ അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. അപകടങ്ങളിൽപ്പെട്ട് ചിന്നിച്ചിതറി ചതഞ്ഞറഞ്ഞു പോകുന്ന മയ്യിത്തുകളാക്കല്ലേ അല്ലാഹ്. ആരാരും തുണയില്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മരണം നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ വെച്ച് നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഖൈറായ മരണം തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിനായി നൽകണേ അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, എല്ലാവർക്കും നീ കാവലേകണേ അല്ലാഹ്. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. നിന്റെ ത്വഅത്തിലായി ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, പടച്ചവനെ മരണവേദന ലഘൂകരിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കണ്ടുപരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ 6 അടി മണ്ണിലേക്ക് എടുത്തു വെച്ച് ഞങ്ങളുടെ കുടുംബാദികളെല്ലാം പിരിഞ്ഞു പോകുമ്പോ ഭീകരരൂപികളായി മുൻകറും വനക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം ചോദ്യശരങ്ങളുമായി വരുമ്പോൾ നിന്റെ കാരുണ്യം കൊണ്ട് മറുപടി പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹീം. പടച്ചവനെ, ഖബറിൽ വെച്ച് ആരംഭപ്പൂവായ തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ ഹബീബാണെന്ന് സന്തോഷത്തോടുകൂടെ പറയുന്ന മുഅ്മിനുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. നാളെ ആ സൂര്യനെ ഞങ്ങളുടെ തലക്ക് മുകളിൽ ഉദിപ്പിക്കുമ്പോ ഞങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ഇണകളോ സന്താനങ്ങളോ ആരും ഞങ്ങളെ തിരിച്ചു നോക്കാതെ നിൽക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ടല്ലോ, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ രാവിന്റെ ബറക്കത്തുണ്ട് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ഹൗദിൻ കരയിൽ നിന്ന് ആട്ടിയോടിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ പെടുത്തി അവിടത്തോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കൊരു കൊതിയുണ്ട് അല്ലാഹ്. ഞങ്ങളെ പടച്ച റബ്ബായ നിന്നെയൊന്ന് കാണാനും അല്ലാത്ത കൊതിയുണ്ട് അല്ലാഹ്. നിന്നെയൊന്ന് കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട് അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കരുതേ അല്ലാഹ്.
നിന്നെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ ولا تخيب رجاءنا ولا تضيع دعاءنا ولا تردن أيدينا خائبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ വിനീതനെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.